വൈകുന്നേരങ്ങളിൽ മഴയൊക്കെ ആണെങ്കിൽ കപ്പ പുഴുങ്ങിയതും മീൻകറിയൊക്കെ ഉണ്ടെങ്കിൽ നല്ല രസമായിരിക്കും അല്ലേ. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് അയല മുളകിട്ടതും കപ്പ പുഴുങ്ങിയതും ഒക്കെ ആയിരുന്നേ. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് കേക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് വളരെ പെട്ടെന്നൊരു കേക്ക് ഉണ്ടാക്കാൻ പോവുകയാണേ. 1 കപ്പ് മൈദയും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1 നുള്ളു ബേക്കിംഗ് സോഡയും നന്നായിട്ട് ഒരു അരിപ്പയിൽ ഇട്ട് ഇങ്ങനെ അരിച്ച് വെച്ചിട്ടുണ്ട്. 2-3 പ്രാവശ്യം അരിച്ചെടുക്കണേ. ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊക്കെ എല്ലായിടത്തും ആകാൻ വേണ്ടിയാണ് ഇതുപോലെ അരിച്ചെടുക്കുന്നത്. ഇനി നമുക്ക് ഒരു 2 ക്യാരറ്റും 5-8 ഡേറ്റ്സും കൂടി മിക്സിയുടെ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്ത് വെക്കാം. 1/4 കപ്പ് പഞ്ചസാരയിലേക്ക് ഒരു ചെറിയ കഷ്ണം ഗ്രാമ്പൂവും പട്ടയും കൂടി ഇട്ട് അതും ഒന്ന് പൊടിച്ച് വെക്കണം. എന്നിട്ട് ഒരു 1/2 കപ്പ് പാലിലേക്ക് 50 ഗ്രാം ബട്ടറും കൂടി ചേർത്ത് അതും ഒന്ന് മെരിച്ചാക്കി വെക്കാം. ബട്ടർ ഇല്ലെങ്കിൽ നമ്മുടെ സാധാരണ വീട്ടിലുള്ള ഓയിൽ ആയാലും മതി. 2 മുട്ട നന്നായിട്ട് പതപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാര ഒന്ന് അലിയിച്ചെടുക്കുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ. ഇതിലേക്കൊരു ചെറിയ കളർ കിട്ടാനായിട്ട് 1 നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ആദ്യം അരിച്ച് വെച്ചിട്ടില്ലേ മൈദയൊക്കെ, അതും കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒരുപാട് സ്പീഡിൽ മിക്സ് ചെയ്യണ്ട, പതുക്കെ മിക്സ് ചെയ്താൽ മതി. മൈദയൊക്കെ ഇട്ട് കൊടുക്കുന്നതിനിടയ്ക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന പാലും ബട്ടറും കൂടി ഉണ്ടല്ലോ, അതും കൂടി ഒഴിച്ച് കൊടുത്ത് വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ അരിച്ച് വെച്ചിരിക്കുന്ന ക്യാരറ്റും ഡേറ്റ്സും കൂടി അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഈ ഒരു പാകത്തിൽ ബാറ്റർ റെഡിയാക്കി എടുക്കാം. ഇനി ഒരു കുക്കർ 5 മിനിറ്റ് ചൂടാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു തട്ടും കൂടി ഇട്ടതിന് ശേഷം ഒടുവിലായിട്ട് 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ഒഴിച്ചതിന് ശേഷം നമുക്ക് ഒരു കേക്ക് ടിന്നിൽ എണ്ണയൊക്കെ പുരട്ടിയിട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഈ കുക്കറിൻ്റെ വെയിറ്റ് ഇടാതെ അതിലേക്ക് ഇറക്കി വെച്ച് ഒരു 40 മിനിറ്റ് നേരം ചെറിയ തീയിൽ വേവിച്ചെടുക്കാം. അപ്പോൾ കേക്ക് വേകുമ്പോൾ തന്നെ നല്ലൊരു മണമൊക്കെ വരും. അപ്പോൾ നമുക്ക് മനസ്സിലാവും കേക്ക് വെന്തിട്ടുണ്ടെന്ന്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് മാത്രം കുക്കറിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ കേക്ക് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ.